അങ്ങനെ പറയണേ. ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ കവിന്റെ പിറന്നാൾ. അപ്പോൾ പിറന്നാൾ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ പിറന്നാളാണ്. വെറുതെ അവളവിടെ കണ്ണാടിനൊക്കെ പോയിട്ട് കരലാൻ നോക്കുമ്പോൾ ഞാൻ കൂടെ നിന്നിട്ടൊരു ഇൻട്രോ എടുത്ത കേട്ടാ. അപ്പോൾ ഇന്നാണ് പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവർക്കും പറയാ സമ്മാനം ഗിഫ്റ്റ് ഉണ്ടെന്ന് കേട്ടാ. ബർത്ത്ഡേ ദിവസത്തെ നാണം കിടത്തില്ല. അപ്പൊ പറഞ്ഞാൽ ഇന്നാണ് കവിന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. വേറൊരു പാട്ടില്ല, നമ്മള് എല്ലാ ബർത്ത്ഡേക്ക് നമ്മൾ പാടുന്നൊരു പാട്ട്. ബർത്ത്ഡേ ടു യു എൻ കണ്ണ്, ബർത്ത്ഡേ ടു യു എൻ കണ്ണ്. അങ്ങനെ നമ്മളെ ചെല്ലത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളല്ലേ, നമ്മള് നാട്ടിലല്ല കേട്ടാ, വീട്ടിലല്ല, അമ്മയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിയിൽ ട്രീറ്റ്മെന്റിന് വന്നെയാണ്. ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഇവിടെ വന്നെടുക്കുന്നത്. ഇവിടെ വീഡിയോ ഉള്ളത് രണ്ടാമത്തെ ദിവസം. അത് നാളെ നമ്മൾ നാട്ടിലേക്ക് ഇരിക്കും. പക്ഷെ ഇന്നായിപ്പോയി ബർത്ത്ഡേ, അതുകൊണ്ട് ഇവിടുന്ന് 10 ദിവസം നമ്മൾ ചെറിയൊരു മുതലെല്ലാം പങ്കിടാന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴേക്ക് ഇന്ന് വീഡിയോ എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ഉള്ളോട്ടാ ഉള്ളത്. അങ്കമാലിയിലുള്ള കേട്ടോ. അങ്കമാലിയിൽ പെരിയാർ നദി തൊട്ടപ്പുറത്താണ്, എൻ്റെ ഇപ്പുറത്താണ് ഇവർ ക്ലിനിക്കുള്ളത്, ഈ തടുന്ന ട്രീറ്റ്മെന്റ്. ഇത് നാട്ടിലാണെങ്കിൽ എല്ലാ പ്രാവശ്യവും രാവിലെ തന്നെ അമ്പലത്തിൽ പോന്ന്, പിന്നെ കുറച്ചങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ട് ഫുഡാക്കുന്നത്, പായസാക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, ഗിഫ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ലാന്ന് ഇരിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു കേക്കെല്ലാം മുറിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ഇതാ പാട്ടിലും തുടങ്ങിയേട്ടാ. ഇവരൊക്കെ വെച്ചിട്ടിട്ടുള്ളൂ, റൂമെല്ലാം ചളവുകളാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്നാലും പോകാം. ഇവരുടെ കിട്ടുക നമുക്ക് പോയി മേടിച്ചോണ്ടരാം. നമുക്ക് എൻ്റെ എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് കേക്ക് മുറിക്കാം. അപ്പോൾ കഴിഞ്ഞ പിറന്നാൾ ദിവസം നമ്മൾ ഈ വർഷം വീഡിയോ ഉള്ളത്. എന്തായാലും സന്തോഷമായിരിക്കുക. എല്ലാവിധ എന്താ പറയുക, കൂടെ അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇന്ന് ഒരുപാട് ബർത്ത്ഡേകൾ ഇങ്ങനെ അയച്ചിട്ട് പോട്ടെ എല്ലാ ഇതും. അപ്പോൾ ഒരുപാട് പേര് ബർത്ത്ഡേ ദിവസത്തിൽ നമ്മൾ രാവിലെ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുമെന്ന്. ഈ ട്രീറ്റ്മെന്റിലുണ്ടല്ലേ, കാതിലൊന്നും വിട്ടുവിടാ. ഇത് വിജയോട്ടം മനുഷ്യല്ല, വൃത്തിയില്ല. അതെ, തായ്ലാൻഡ് മേടിച്ചില്ല നമ്മൾ ഇതേപോലത്തെ സാധനം അല്ല. ഈ ഇതേപോലത്തെ ഡ്രസ്സ് ആണുങ്ങൾ തൽക്കാലം അത്യാവശ്യം എനിക്ക് കൂടാലോ. നിന്റെ മാക്സ് ചെയ്യാൻ മാറിയുണ്ട്. ഇവിടെ ചുരിദാർ വാ ഇതിക്ക് പോവാ. മരത്തിന്റെ ചെറുപ്പാണ്. കുറച്ച് വലിയ റൂമാട്ടാ, വലിയ റൂമാണ്. തെരുമ്പി ഇങ്ങനെ നല്ലേ കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ആരോഗ്യം കാണിക്കണ്ട, അതാ ഞാൻ കട്ടാക്കി. മരത്തിന്റെ അത് ആയുർവേദത്തിന്റെ ഇതല്ലേ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ഒരു ചായ കൊടുന്നേട്ടാ. ഇവര് ചായയും ഫുഡും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവരെ. പിന്നെ നമ്മൾ ഇവിടുത്തെ വന്നതും എല്ലാ കാര്യങ്ങളുടെ വീഡിയോ ചിലപ്പോൾ ഈ ബർത്ത്ഡേ വീഡിയോ നാളെ ഇടുമല്ലോ, അതിന് ശേഷം വരുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രസവിച്ച പാട് കവി ട്രീറ്റ്മെൻറ്റ് വന്നതിനും ഇപ്പം നമ്മൾ ആദ്യം ഒരിക്കലും കൂടി ചെറിയൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുമ്പേ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിനായക സമയത്ത്. പക്ഷെ നമ്മൾ ദൂരത്തെ അവിടെ എത്താൻ പറ്റിയില്ല. ഇന്ന് കൊച്ചിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മളിവിടെ ആ ട്രീറ്റ്മെൻറ്റ് കൂടി എടുത്ത് പോകാൻ വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞില്ല, 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഇന്ന് നാളെയും കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിലായിപ്പോയി ബർത്ത്ഡേ. അതുകൊണ്ട് ബർത്ത്ഡേ ഇത് കഴിഞ്ഞിട്ടേക്കും ചിലപ്പോൾ ഇവിടെ വരുന്ന വീഡിയോ ഉണ്ടാവുക. ഇവിടുത്തെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ഫുള്ളായിട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് വിടാം. ഈ വീഡിയോ വരുന്നത് തന്നെ ബർത്ത്ഡേ കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പം രാവിലെ അല്ല, വൈകുന്നേരമായി. വൈകുന്നേരം 5 മണി കഴിഞ്ഞു.
രാവിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തും കാര്യങ്ങളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കുളിച്ചെല്ലാം മാറ്റിയിട്ട് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക്, അതായത് കേക്കെല്ലാം മേടിക്കണതിന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്ന് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് എവിടെയാ ഉള്ളതെന്ന് ചിലപ്പോൾ തിരിയില്ല. പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതുള്ളത് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലം ഉള്ളതെന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്, ഈ അങ്കമാലിൻ്റെ ഉള്ളിൽ. നമ്മൾ ഇന്നലെ രാത്രി തന്നെ വരുമ്പോൾ റോഡ് സൈഡിലല്ല, ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ ഇതുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇവിടെ കിട്ടുമെന്നൊന്നും അറിയില്ല. നാട്ടിലല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയാണല്ലോ, അപ്പോൾ ചെറിയ ഗിഫ്റ്റ് നമുക്ക് എന്തെങ്കിലും ഷർട്ടെല്ലാം ഫുൾ പൊങ്ങലേ ഉള്ളു കേട്ടോ. എടുത്തില്ലവരെല്ലാം വന്നിട്ട് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് കാരണം നമുക്ക് കേക്ക് ഇവിടെ കൊണ്ടിട്ട് ഇവിടുന്ന് മുറിക്കാം. ഏടുന്നാന്ന് അറിയില്ല, ഒരു ഷർട്ട് കിട്ടിയാൽ നോക്കുമ്പോൾ ഇട്ട് നോക്കുമ്പോഴേ അതിനൊരു നീല വെള്ളയാണ് പിന്നെ എത്തിട്ടെ അത് ഇട്ടിനെ. ഇപ്പോൾ അത് മാറ്റിയിട്ട് അതല്ല ഇതാ കളർ മാറ്റി ഇതിട്ട് അതിനെനിക്ക് കാതിലും വൈറ്റുള്ളത് അതുപോലെ കേട്ടാ. ഇത് ഷർട്ട് തന്നെ തോന്നുന്നത് ഭയങ്കര സൂപ്പറായി തോന്നുന്നുണ്ടാ. നല്ല രസമുണ്ട് കേട്ടോ. പ്ലാന്റേഷനായത് കുറേ ഫ്രൂട്ട്സും ഐറ്റംസും കാര്യങ്ങളാ. ഈ സൈഡിലെല്ലാം മാങ്കോസ്റ്റീൻ, ഒരു ജാതി നിന്റെ കൈ ബാക്കിൽ നമ്മള് കേനില് അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോ വലിയ കേനിൽ അമ്മ പറഞ്ഞ എന്തായാലും വെള്ളം എടുത്ത് വീട്ടിലേക്ക് കുടിക്കാൻ പോകുന്നുണ്ട്. വലിയ കേൻ നിറയെ വെള്ളം കൊണ്ടതിനെ ഒന്ന് നമ്മള് കവിന്റെ വീട്ടിൽ പോകുന്നതല്ലേ ഉള്ളേ. നോക്കി അങ്ങോട്ട് കാണിക്കറാവി. ശരിക്കും കവിന് അങ്ങ് കർണാടകത്ത് പോകുന്ന അതേപോലെ ഉള്ള ഫോറസ്റ്റാണ്. മലയാറ്റൂർ പള്ളിയില്ലേ, മലകയറ്റം, അത് ഇതിന്റെ അടുത്തായിട്ടാ മലയാറ്റൂർ മല കയറുന്നത്. അതിന് അതുപോലെ തന്നെ ഇവിടെ അടുത്ത മഹാഗണി എന്തോ സംഭവമുണ്ട്, പെരിയാർ പുഴ, ഷൂട്ട് ചെയ്ത മഹാഗണി മരങ്ങളിലെ തൊട്ടപ്പുറം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അങ്ങനെ അതിലുണ്ട് എന്താ ഷൂട്ടിംഗ് ഉണ്ട് കേട്ടോ. ഷൂട്ടിംഗ് ആണ് കാരണം വെച്ചാൽ ഈ അത് കാണുന്നത് കേരവേനാന്ന് എനിക്ക് തോന്നുന്നു. സിനിമേന്റെ ഏട്ടാ, ഏതാ സിനിമ ഏതായിരിക്കും ഷൂട്ടിംഗ് നടക്കുന്നത് കേട്ടോ. ഹായ് ബ്രോ, ഏതാ മൂവി? ആരാ നായകൻ? അർജുന അശോകനാ? അയ്യോ, കവി ഒന്ന് കണ്ടിട്ട് വന്നാ പുള്ളീനെ നമ്മളെ. ഓ അതന്നെ യെസ് അശോകൻ നല്ല പരിചയം ഉണ്ട്. നമ്മുടെ ഒന്ന് കാണാം. രാത്രി വരെ ഷൂട്ട് ഉണ്ടോ? രാത്രി വരെ ഉണ്ടോ? അതെ, ഈ അൻപോട് കൺമണിയിൽ ഇവര് ഒരുമിച്ചിട്ട് ഇവരെല്ലാം ഞാനുണ്ടായിരുന്നേ. അതെ, നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബന്ധമായിട്ടാ. അതിന് ശേഷം നമ്മള് പുള്ളിയെ കാണാൻ വേണ്ടിട്ട് പറഞ്ഞ സിനിമയിലും പോയിട്ടുണ്ടായിരുന്നു കൊച്ചിയിലും. നമ്മൾ പോകുന്നതൊക്കെ വലിയൊരു പള്ളിയുണ്ട്. ഏതോ പള്ളിന്ന് അറിയില്ല, വലിയൊരു പള്ളിയാട്ടോ. ഇപ്പുറം കാട്ടുകൾ സ്ഥലം വരുന്നത് മലയാറ്റൂര് സ്ഥലമെല്ലാം ഇങ്ങനെ വലത്തോട്ട് വന്നേ വരുമ്പോ ഇടത്തോട്ട് വന്നേ എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടാ പോകുന്നട്ടാ. എങ്ങനെ വന്നാലും വിജുവാട്ടം തെറ്റിക്കോ. എന്നാലും നമുക്കില്ല അറിയാൻ ഒട്ടും അറിയാൻ സ്ഥലം ഉള്ളിലല്ലേ. അല്ല അങ്ങനെ പഠിച്ച് പറഞ്ഞു തരില്ല. നല്ല രസമുണ്ട് പനിയെ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഓളെ ഡ്രസ് നല്ലതാണ് ഒരു പ്രാവശ്യം പറഞ്ഞത്. ഏതാ വേണ്ടേ പിറന്നാളേര് തന്നെ പറയാം ഏതാ വേണ്ടേന്ന്. നമ്മളെ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ നാട്ടിലിറങ്ങിയല്ലേ ചേട്ടാ, കുറേ പേര് നമ്മളെ അറിയുന്നവര് നല്ല ഇതുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ അറിയാത്ത സ്ഥലമെങ്കിലും അറിയുന്നവരെ കാണുന്ന സന്തോഷം. ഹായ് ഓ അതെയാ. അപ്പൊ ഇടിയില്ല കുറച്ച് ബർത്ത്ഡേ ഐറ്റംസ് എല്ലാം മേടിക്കുന്നുണ്ട്. എന്താ വേണ്ടത്? കേക്ക് വാങ്ങിയിട്ട് പൈസ കൊടുത്ത മാത്രം ഓർമ്മയുണ്ട്. അപ്പടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, വയറും എടുത്തിട്ടില്ല അല്ലേ. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കാലടി ടൗണിൽ വന്നിട്ടുണ്ട്. കാലടി ടൗൺ ഇവിടെ വന്നിട്ട് നമ്മൾ കവിക്കൊരു ചെറിയ ഗിഫ്റ്റെല്ലാം മേടിച്ച് പോവാം. ഇനി പോയിട്ട് നമുക്ക് കേക്കെല്ലാം മുറിക്കാം. പിള്ളേരുടെ കഥ കണ്ടാവും. കാലടി ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ആദ്യമായിട്ട് ടൗണിൽ വരുന്ന കേട്ടാ. നമ്മളങ്ങനെ തിരിച്ച് എടുത്തന്നെ എത്തിയേട്ടാ.
ഇതേതാ പള്ളിന്ന് അറിയില്ല കേട്ടാ. മലയാറ്റൂര് ഇങ്ങോട്ടാന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. എന്തായാലും നമ്മള് പറ്റുവാങ്ങ് മലയാറ്റൂർ അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ടല്ലേ. അതെ. മുകളില് മലയാറ്റൂരേക്കില്ലേ മലകയറ്റത്തിൻ്റെ കാണുന്നുണ്ട് കേട്ടോ. ആ കുന്ന് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ L4 ലൈഫിൻ്റെ അടുത്ത് തിരിച്ചെത്തി. കുടിക്കേണ്ട വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ, നല്ല വെള്ളം. എന്നാലും അമ്മ കൊടുത്തയച്ച വെള്ളം ഇവിടെ ബാക്കിയാണ്ട് വെച്ചിട്ട് അതിനെടുത്ത്. ഓ ഇവിടെ കാത്തിക്കുന്നുണ്ടാ. എന്താണ് കാത്തിക്കല കേക്കല വിളിച്ച അമ്മ വന്നിട്ടാ. കേക്കല നോട്ടമ്മ. ആ ബലൂണുണ്ട്. ബർത്ത്ഡേകളാ. ഓ മേലെ കയറാൻ സമയമില്ല. അത് കൊടുക്ക കേക്കല കൊടുക്കാനും എന്തിട്ടാ മണിക്കാർക്ക് വെള്ളം പോണെന്ന് പറഞ്ഞേ. ബർത്ത്ഡേക്ക് മേടിച്ച ഗിഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കുന്ന കവി. നല്ല ഡ്രസ്സുണ്ട്. എന്തുകൊണ്ട് കഴിച്ചു? നിന്റെ ബർത്ത്ഡേ ആണല്ലോ. ഡാൻസ് ഒക്കെ ആവാ. ഏട്ടൻ അതിനെ അടിയാണേ ഓടിയിട്ടുണ്ട്. ഓർത്തു മോനെ വേണ്ടേ എല്ലാവർക്കും ടാറ്റൊക്കെ പോലെ ടാറ്റൊക്കെ ഉമ്മ ഇരുന്നേ. മാമി ഒരു ഉമ്മതാ. ഉമ്മ ഉമ്മതാറ ഉമ്മ ശശിയായാലുണ്ടാവാ. നേരത്തെ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഉമ്മ ഇട്ട് നോക്കാം. കാണിക്കൂലേ അവൻ കുപ്പായടാണ്ടോ ഉള്ളത് എവിടോ മറങ്ങിയിരിക്കുന്നത്. പോയി സമം പാളി സമം പാളി. അങ്ങനെ ഡയറ്റ് തിരിച്ചില്ല. നമ്മളിങ്ങനെ നമ്മൾ ഇന്നലെ പറയണ്ടതാ. എത്തിക്ക ഒരു ഉമ്മതാപ്പ ഒരു ഉമ്മതാപ്പ ഒന്നുകൂടി താപ്പ എത്തിക്ക ഒരു ഉമ്മ ഉമ്മതാപ്പ ഒരു ഉമ്മതാപ്പ കണ്ട നമുക്കൊരു ഉമ്മതാപ്പ ഒരു ഉമ്മതാപ്പ തന്നേല് വിഷമുണ്ട് കിട്ടിയില്ലേ. ഒരു നമുക്ക് ഒരു മേപ്പ ഒരു മേപ്പ ഒരു മേപ്പ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. എന്താ അങ്ങനെ പറയുന്നത്? അടി വേണ്ട, നമുക്ക് ഉമ്മയെ വേണ്ടു. നമ്മൾ അടി ചോദിച്ചിട്ടില്ല. ആ ഉമ്മ ഉമ്മ ഒരു ഉമ്മതാപ്പ തന്നെ തന്നെ. അടി പഠിപ്പിക്കല അടി പഠിപ്പിക്കല ഇത്തിക്കാന്നട്ടാ. ആമ്പിള്ളേർ ഇങ്ങനെ അടി പഠിക്കുവായിരുന്നു അല്ലേ. എന്താ വിളിച്ചതിന്റെ ആടെ കട്ടിലെടുക്കാൻ കുപ്പായിടായിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. അമ്മേന്റെ കുപ്പായി ഇഷ്ടപ്പെട്ടു. അച്ഛനെ സെലക്ട് ചെയ്ത് കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ടേ. എല്ലാരും ഇങ്ങനെ റെഡ് ആക്കിയതാ. ഇങ്ങനെ കൂടുവാ മാച്ച് ആയിക്കോട്ടെ. അത് ശരിയാട്ടാ. ഇതാ മാമൻ ഇതാ റെഡാ. എന്റെ പേന്റ് റെഡ്. അല്ലാന്റെ നിങ്ങളൊപ്പം നിനക്ക് നല്ല രസമുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് തരാട്ടാ. ആയി എത്തിക്കാ നീ മിസ്സാണ്. നല്ല രസമുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് തരാം. അമ്മ വൈകിട്ട് കേക്ക് മുറിച്ച് വെച്ച് വിളിക്കുന്നുണ്ട്. ആ രാവിലെ വിളിച്ച് പറഞ്ഞു കേട്ടാ. കേക്ക് മുറിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ആറ് കേക്കെല്ലാം മുറിക്കട്ടാ. മുറിക്കാൻ നോക്കല. നാട്ടിലെത്തിരാൻ ഒന്നും ആദ്യം മുറിക്കാം. നമ്മള് ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. ഞാനും അമ്മ ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട. ചോദിച്ചോ ചവിട്ടിൽ വെക്കണ്ട. അല്ല വാങ്ങത് വെക്കണ്ടാ. നമ്മള് ഈ ഇടുന്ന കേക്ക് മുറിക്കണ്ട നോക്കാൻ വേണ്ടി ഞാൻ നോക്കലാന്നേ. അപ്പുറം പോയി നോക്കി. കവി അനു ഇരുപത്തൊന്ന് വീണ്ടും വേണ്ടുന്നോ. നമ്മൾ ആടിങ്ങനെ നോക്കിയാട്ടാ. ആട നല്ല പുൽത്തകിടിയുണ്ടേ. അവിടെ നിന്ന് മുറിക്കാം. അപ്പം ആട ഭയങ്കര പാണിയായിരിക്കും പോലെ. അതുകൊണ്ട് നമ്മൾ ഏടുന്ന മുറിക്കാന്നുള്ളൊരു കൺഫ്യൂഷനിലുള്ളത്. ഇതൊരു വീടാണ് കേട്ടോ. ബലൂണിലൊന്നും തിരക്കിലാണ്. അതിന് ചുറ്റും വെച്ചോട്ടാ. ഹായ് ബ്രോന്റെ പേരെന്നാ? സനൽ. ഹായ് വരൂ ബ്രോ പറയൂ. എന്താ പറയണ്ടേ? അപ്പൊ കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കും. വരൂ. ഹായ് പേര്? റിഗിത. വരൂ. ഹായ് ഡോക്ടർ രജനി ഡോക്ടർ. ഡോക്ടർ വീടായിട്ട് ശരിക്കും വരുന്നത് പത്തനംതിട്ട.
ഹായ് പേര് ഹായ് ഹായ് ഫർഷ. അപ്പോൾ എല്ലാവരും വന്നില്ലേ മുറിക്കാം? നിങ്ങളെല്ലാവരും യൂണിഫോമിലാന്നല്ല. അപ്പോൾ നമുക്ക് എന്നാൽ ഈ കേക്ക് മുറിക്കലിലേക്ക് കിടക്കാം. നമ്മളെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ ഹെൽപ്പ് ഫോർ ലൈഫ് ഇവരെ ഫുള്ളായിട്ട് പറയും. ഹെൽപ്പ് ഫോർ ലൈഫ് സമേത. അപ്പോൾ ഇത് ഉള്ളത് പറഞ്ഞാൽ അങ്കമാലി ഇല്ലിത്തോടിലാട്ടോ. ഇല്ലിത്തോടിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ നമ്മളെ ബർത്ത്ഡേ. ഇനി ഇത് കുറേ വർഷം കഴിഞ്ഞാലും ഇല്ലേ ആ ബർത്ത്ഡേ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ വർഷത്തിൽ കിടന്ന് മുറിക്കാനാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വീട്ടിൽ പോയിട്ട് മുറിക്കാം. അപ്പോൾ എല്ലാവരും വിശ്വസം അറിയിച്ചിന് എല്ലായിടത്തും ഇത് നിറഞ്ഞ് നന്ദി അറിയിക്കുമെന്ന് എല്ലാവരും ഒരുപാട് പേര് നമ്മളെ കുടുംബത്തിലായാലും നാട്ടിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും വീട്ടുകാരും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഒരു വർഷം അവിടെ നടന്നിട്ടില്ല. നമ്മൾ ഇടുന്നപ്പോൾ ചെറുതായിട്ട് വരുമ്പോൾ കിട്ടി നമ്മൾ ഈ സന്തോഷം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് തുടങ്ങാം. വേറെ ഒരു കേക്കും കൂടി എന്താ ഇവരെ വക സ്പെഷ്യലായിട്ടുണ്ട്. ഇവരും എത്തിച്ചിട്ടുണ്ടായിരുന്നു കേക്ക്. അതായത് സന്തോഷം ബ്രോ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എന്താ പേര്? ദീപിക. അഞ്ജലി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉച്ചടങ്ങിയ ഒരു എത്തിയേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മളെ കേക്ക് മുറി പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഉണ്ടേനു. അപ്പോൾ സന്തോഷം ബ്രോ, അടിപൊളി, താങ്ക് യു. അതെ. അപ്പം നമ്മളെ കവിൻ്റെ ബർത്ത്ഡേന് മധുരം നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി മാറ്റി വെച്ചിട്ടും. പക്ഷേ ഞാനല്ല വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഹൈപ്പേറ്റ് ചെയ്ത് കിട്ടിയില്ല. അപ്പം ഞാനത് ഇപ്പം നമ്മളെ പറയുമെന്ന് കേട്ടാ. വേറെ കേക്ക് കൂടി ഉണ്ട്, അങ്ങോട്ട് മുറിച്ച് കൊടുക്കാം. ആ അപ്പോൾ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ചേച്ചി ആ അപ്പോൾ ചേച്ചി അങ്ങോട്ട് കേക്ക് കുറിക്കാൻ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ കേക്ക് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നെയാണ്. എന്തായാലും സാരില്ല. അപ്പൊ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ആ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. ആ അടുക്കളയിലേക്കെല്ലാം മൂന്നാം. അപ്പൊ വീഡിയോ ആട്ടോ ഭക്ഷണത്തിന്റെ പരിപാടി. 4 നേരം ഫുഡ് ഇവരെ ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ് ഒപ്പരം തന്നെ ഇവരെ വക ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഡീറ്റെയിൽ നമ്മൾ വേണമെങ്കിൽ ഈ വീഡിയോന്റെ ഞങ്ങൾ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിൻ്റെ അകത്ത് കാണിക്കാം. അതിൻ്റെ അകത്ത് പറയാട്ടോ. അതിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നവർ വരുന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്നതാണ്. ഈ വേദനക്കും കപ്പ, കടലക്കറി, കഞ്ഞി, ചാറ്, ചമ്മന്തി, ചപ്പാത്തി എല്ലാം ഉണ്ട് കേട്ടോ. നൈറ്റ് ചപ്പാത്തിയും ഇങ്ങനെയല്ല ഉണ്ടാവുക. രാവിലെ നല്ല ഒരുപാട് കടിയല്ലുണ്ടേ. എൻ്റെ പേര് സണ്ണി, തൃശ്ശൂർ സ്വദേശം. ഞാൻ റെനി സണ്ണി. ഞാനിവിടെ കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ 30 കൗൺസിലറാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു 1 ഡേ പാക്കേജിന് വന്നപ്പോൾ വരെ കണ്ടുമുട്ടി വളരെ സന്തോഷമുണ്ട്. ഞാനും നിങ്ങളുടെ ബ്ലോഗൊക്കെ നന്നായിട്ട് കാണാറുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വെഡിങ് ആനിവേഴ്സറി, രണ്ടാളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഓക്കെ.